ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റഡി ടു ഫ്ലൈ അപ്പ്. സ്റ്റഡി ടു ഫ്ലൈ അപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്നത്. ഇത് UGC നെറ്റിനും PSCക്കും ഒക്കെ ഒരുപോലെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നോട്ട് എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, തുല്യത, ആധുനികവൽക്കരണം എന്നിവയാണ്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, തുല്യത, ആധുനികവൽക്കരണം. സാമ്പത്തിക ആസൂത്രണം ഭരണഘടനയുടെ കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്നു. സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത് ഭരണഘടനയുടെ കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി 1938 നിലവിൽ വന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി 1938 നിലവിൽ വന്നു. 1946 ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ KC നിയോഗിയായിരുന്നു. 1946 ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ച അഡ്വൈസറി ബോർഡ് പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ KC നിയോഗിയായിരുന്നു. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് വിശ്വേശ്വരയ്യ. നമുക്കാദ്യം വിശ്വേശ്വരയ്യയെക്കുറിച്ച് നോക്കാം. ഇദ്ദേഹം ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്, അതായത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം അതിൻ്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് വിശ്വേശ്വരയ്യയാണ്. ആ പേര് ഒരിക്കലും മറന്നു പോകരുത്, വിശ്വേശ്വരയ്യ. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തി. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തി. ഒന്ന് പിതാവ് എന്നറിയപ്പെടുന്നു, രണ്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തി എന്നും അറിയപ്പെടുന്നു. പാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. പാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ഇദ്ദേഹം. ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവും ഇദ്ദേഹം തന്നെയാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവും വിശ്വേശ്വരയ്യ തന്നെയാണ്. വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂറാണ്. വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂറാണ്. നാഗ്പൂർ എന്ന സ്ഥലത്താണ് വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ആധുനിക മൈസൂർ നഗരത്തിൻ്റെ ശില്പി. ആധുനിക മൈസൂർ നഗരത്തിൻ്റെ ശില്പിയും കൂടിയാണ് വിശ്വേശ്വരയ്യ. എൻജിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 15. എൻജിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 15. വിശ്വേശ്വരയ്യയുടെ മറ്റ് കൃതികൾ റീകൺസ്ട്രക്റ്റിംഗ് ഇന്ത്യ, മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. റീകൺസ്ട്രക്റ്റിംഗ് ഇന്ത്യ ആൻഡ് മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. ഈ രണ്ട് പുസ്തകങ്ങളുടെ പേരുകളും ഓർത്തിരിക്കുക. റീകൺസ്ട്രക്റ്റിംഗ് ഇന്ത്യ, മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. ഓക്കെ, ഒന്നും കൂടി നമുക്ക് വിശ്വേശ്വരയ്യയെ നോക്കാം. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തിയാണ്. പാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവാണ്. വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂറാണ്. ആധുനിക മൈസൂർ നഗരത്തിൻ്റെ ശില്പിയും കൂടിയാണ് ഇദ്ദേഹം. കൂടാതെ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 15. ഇതെല്ലാം ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. അതുപോലെ തന്നെ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് ജനകീയ പദ്ധതി. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് MN റോയിയാണ്. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് MN റോയിയാണ്. റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടുന്നത് ജനകീയ പദ്ധതിയാണ്. റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടുന്നത് ജനകീയ പദ്ധതിയാണ്. നിലവിൽ വന്ന വർഷം 1945. റാഡിക്കൽ ജനകീയ പദ്ധതി നിലവിൽ വന്ന വർഷം 1945. അടുത്ത പദ്ധതിയാണ് സർവോദയ പദ്ധതി.
സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണൻ. നിലവിൽ വന്ന വർഷം 1950. ഗാന്ധിയൻ പദ്ധതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രൂപീകരിച്ച ഒരു പദ്ധതിയാണ് സർവോദയ പദ്ധതി. ഗാന്ധിയൻ പദ്ധതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രൂപീകരിച്ച ഒരു പദ്ധതിയാണ് സർവോദയ പദ്ധതി. ഒന്നുകൂടി നോക്കാം. ജനകീയ പദ്ധതി രൂപീകരിച്ചത് MN റോയി. റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടുന്നു. നിലവിൽ വന്ന വർഷം 1945. സർവോദയ പദ്ധതി എന്ന് പറയുന്നത് ജയപ്രകാശ് നാരായണൻ്റെയാണ്. നിലവിൽ വന്ന വർഷം 1950. ഗാന്ധിയൻ പദ്ധതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രൂപീകരിച്ച ഒരു പദ്ധതിയാണ് സർവോദയ പദ്ധതി. സോ ഈ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട ഈ 2 പദ്ധതികളും നോക്കുക. ജനകീയ പദ്ധതിയും സർവോദയ പദ്ധതിയും മറക്കരുത്. ഇതാരാണ് നിർമ്മിച്ചത്, രൂപം നൽകിയത് എന്നും അതുപോലെ തന്നെ വർഷവും എന്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് രൂപീകരിച്ചത് എന്നുള്ള കാര്യവും മറക്കാതെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് പോവാം. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഔട്ട്കമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ നേതൃത്വത്തിൽ വന്നതാണ് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളെ പറ്റി ഇനി നമുക്ക് നോക്കാം. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ. ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികൾ അറിയപ്പെടുന്നതാണ് പഞ്ചവത്സര പദ്ധതികൾ. ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികൾ അറിയപ്പെടുന്നതാണ് പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശം ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടിയെടുക്കുക. ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് അത് നേടിയെടുക്കുക എന്നതാണ് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച, സമത്വം, ആധുനികവൽക്കരണം, സാശ്രയത്വം. ഇത് PSCക്ക് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച, സമത്വം, ആധുനികവൽക്കരണം, സാശ്രയത്വം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് USSRൽ നിന്നാണ്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് USSRൽ നിന്നാണ്. USSRലാണ് ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയതും. പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് സ്റ്റാലിൻ 1928. പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ 1928. ഇന്ത്യയിൽ ഇതുവരെ 12 പഞ്ചവത്സര പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ 12 പഞ്ചവത്സര പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഒന്നും കൂടി നോക്കാം. ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതികൾ ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻതൂക്കം നൽകി അതിനെ 5 വർഷം കൊണ്ട് ഡെവലപ്പാക്കി എടുക്കുക എന്നതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. സാമ്പത്തിക വളർച്ച, സമത്വം, ആധുനികവൽക്കരണം, സാശ്രയത്വം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ച വ്യക്തി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യ ഈ ആശയം കടമെടുത്തത് USSRൽ നിന്നാണ്. ഇതാദ്യമായി ലോകത്ത് നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ, USSRലെ നേതാവായിരുന്ന ജോസഫ് സ്റ്റാലിനാണ്. അത് 1928 ഇന്ത്യയിൽ ഇതുവരെ 12 പഞ്ചവത്സര പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഏതൊക്കെയാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 1956 കാലയളവ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. ഇത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യം. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 to 1956 കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 1961 വരെ 1956 മുതൽ 61 വരെ വ്യാവസായിക വികസനമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യാവസായിക വികസനമായിരുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതി അത് 1961 മുതൽ 1966 വരെയാണ് നടപ്പിലാക്കിയത്. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സംഘടനയുടെ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം.
മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1961 to 66, ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് 1969 to 74 വരെയാണ്. 1974 വരെ. സ്ഥിരതയോടുകൂടിയ വളർച്ച, സാശ്രയത്വം. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് 1969 to 1974, സ്ഥിരതയോടുകൂടിയ വളർച്ച, സാശ്രയത്വം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 to 79 ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ഇതിന് മുൻതൂക്കം കൊടുത്തിരുന്നത്. 1974 to 79. അതിനുശേഷം ഒരു വർഷം ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ആറാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആറാം പഞ്ചവത്സര പദ്ധതി 1980 to 1985 കാലയളവിലാണ് ആറാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത്. കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ആറാം പഞ്ചവത്സര പദ്ധതിക്കിടയ്ക്ക് ഒരു വർഷം ബ്രേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1980 to 85 വരെയുള്ള വർഷക്കാലയളവിൽ നടന്നത്. കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ഏഴാം പഞ്ചവത്സര പദ്ധതി 1985 to 1990. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. 1985 to 1990 ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. എട്ടാം പഞ്ചവത്സര പദ്ധതി 1992 സ്റ്റാർട്ട് ചെയ്യുന്നത്. 90 കഴിഞ്ഞ് 2 വർഷത്തെ കാലയളവിൽ ബ്രേക്ക് സംഭവിച്ചു. അതിനുശേഷം 1992 to 97 മാനവശേഷി വികസനം. എട്ടാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം. ഒൻപതാം പഞ്ചവത്സര പദ്ധതി 1997 to 2002 ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. ഒൻപതാം പഞ്ചവത്സര പദ്ധതി. ഇനി 10ാം പഞ്ചവത്സര പദ്ധതി 2002 to 2007 മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 10ാം പഞ്ചവത്സര പദ്ധതി 2002 to 2007 മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതി 2007 to 2012 മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 11ാം പഞ്ചവത്സര പദ്ധതി 2007 to 2012 മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. ലാസ്റ്റ് 12ാം പഞ്ചവത്സര പദ്ധതി 2012 to 2017 സുസ്ഥിര വികസനമാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 2012 to 2017. 2017 ശേഷം ഇതുവരെ പഞ്ചവത്സര പദ്ധതികളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ 7ാം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. 8ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം. 9ാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. 10ാം പഞ്ചവത്സര പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതി മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം. അപ്പോൾ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ മുഴുവൻ നമ്മൾ പഠിച്ചു. ഇനി ഇത് ഓർത്തിരിക്കുക. ഇത് PSCക്കൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.